വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് കുറവാണ്. വിശദാംശങ്ങളുമായി മലപ്പുറം എടവണ്ണയിൽ നിന്നും ഹരിമുഖാർ ചേരുകയാണ്. ഹരി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ഇനി ശേഷിക്കുന്നത് 1 മണിക്കൂർ മാത്രമാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം വളരെ കുറവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 തെരഞ്ഞെടുപ്പിൽ 74.22% വയനാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. എന്നാൽ ഇത് ഈ മണിക്കൂറിൽ അവസാന മണിക്കൂറിലെത്തി നിൽക്കുമ്പോൾ 60% എത്തിയിട്ടേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉയരില്ല എന്നുള്ള ഒരു സംശയം ഉയർന്നിരിക്കുകയാണ്. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ വളരെ കുറവ് പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 60ന്റെ അടുത്തെത്തിയിട്ടില്ല. 56-57% നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ്. ഏറനാടിലാണ് ഏറ്റവും കൂടുതൽ, മലപ്പുറം ജില്ലയിൽ ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 63% അടുക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. ഇത് UDF അടക്കം ബാധിക്കുമെന്നുള്ള ഒരു സംശയം ഉണ്ട്. എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ വർഷം അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയുന്നതിനുള്ള സാഹചര്യം എന്തായിരുന്നു? ആളുകൾക്ക് പൊതുവെ മടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിന്റെ ഒരു മടുപ്പ് നല്ലോണ്ട് ജനങ്ങൾക്ക്. ആളുകളെ വിളിച്ചെടുത്തിങ്ങാണ്ട് കൊണ്ടുവരണം. പോളിംഗ് നമ്മൾ പാർട്ടിക്കാരല്ലാത്ത ആളുകളൊക്കെ പോയിക്കാണ്ട് വിളിക്കുമ്പോൾ അവർ വോട്ട് ചെയ്യാൻ മടിയാണ്. അവരെ വീട്ടിൽ പോയിക്കാണ്ട് നമ്മളെല്ലാം കൊണ്ടുവരണം, കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മളുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഒരു കമ്മിയാണ് മൊത്തത്തിൽ എല്ലാവർക്കും കാണുന്നത്. കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് ഒരുപാട് ശതമാനം കമ്മിയായിട്ട് വരും. ഈ 1 മണിക്കൂറിലുള്ളൂ. 5 മണി ആയാലും 6 മണി. കഴിഞ്ഞ സമയത്ത് നല്ല ശതമാനം 70% ആയിരുന്നു സമയമായിരുന്നു. ഈ ശതമാനം കമ്മിയാണ്. ഈ പ്രാവശ്യത്തെ പോളിംഗ് വളരെ കമ്മിയാണ്. ആൾക്ക് വോട്ട് ചെയ്യാൻ ഒരു മടി കാണിക്കണം. രാവിലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഉച്ചയോടെ ഇത് മന്ദഗതിയിലായിരുന്നു. വൈകിട്ടോടെ വീണ്ടും ഒരു പുരോഗതി ഉണ്ടായെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അത്ര പോളിംഗ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരില്ല എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 65%, പരമാവധി 65% മാത്രമായിരിക്കും ഇനി വരുന്ന 1 മണിക്കൂറിനകം വോട്ടിംഗ് ഉണ്ടാവുക എന്നാണ് സൗമ്യ. ഹരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.